സമാധാനം കൊടുക്കട്ടെ. പാവപ്പെട്ട സാധുക്കളായ ആളുകൾ ഈരാറ്റുപേട്ടയിൽ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ നാടാണ്. അവിടെ ഒരു സാധുവായ ഒരു മനുഷ്യൻ ഉറങ്ങി 2 മണിയായപ്പോൾ ഇതേപോലെ പെട്ടെന്നൊരു തണുപ്പടിച്ചിട്ട് ഇറങ്ങി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന കട, അദ്ദേഹം പിറ്റേ ദിവസം അവിടെ ജാതിക്കയുണ്ട്, നമ്മുടെ ഈ ബിരിയാണിയിലും ചോറിലൊക്കെ ഇടുന്ന ജാതിക്കയുണ്ടല്ലോ, അത് ഉണക്കിയിട്ട് പിറ്റേ ദിവസം മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നതിന് വേണ്ടി വെച്ചിരുന്ന ആ ജാതിക്ക പോലും വെള്ളത്തിൽ നിർത്തിലാകുകയാണ്. ഉപജീവന മാർഗം പോലും കഷ്ടപ്പെട്ടു. ഉടുതുണിക്ക് മറുപടിയില്ലാതെ കഷ്ടപ്പെടുന്ന ഈ സഹോദരങ്ങളെ സഹായിക്കാൻ നമ്മുടെ നാടുകളിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടിയിട്ട് 10,000 ലക്ഷങ്ങളുടെ സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, മറ്റു വസ്ത്രങ്ങൾ ഒക്കെ എത്തിച്ചു കൊടുക്കുകയാണ്. അതാണ് ഇഹ്സാൻ, അതാണ് നന്മ. പ്രവാചകൻ കാണിച്ചു തന്ന ചര്യയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. പ്രവാചകൻ കാണിച്ചു തന്നതാണ്. ജാതി മത ഭേദമന്യേ എല്ലാവരും കൊണ്ട് കൊടുത്തില്ലേ? ക്രിസ്ത്യാനിയാണോ വെള്ളത്തിൽ കിടക്കുന്നത്, ഹിന്ദുവാണോ മുസ്ലിമാണോ നോക്കിയില്ല. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളും സംഘടനകളും പാർട്ടികളും മറന്നിട്ട് അവർ പോയി നേരെ ലക്ഷക്കണക്കിന് വരുന്ന സാധനക സാമഗ്രികളുമായിട്ട് അവിടെ ചെന്നവർക്ക് ആശ്വാസത്തിന് വേണ്ടി അവർക്ക് കൊടുക്കുകയാണ്. ഇരുന്നില്ല. ഈരാറ്റുപേട്ടയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തെന്നറിയോ? ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് മുസ്ലിം മെജോറിറ്റിയാണ്, മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രമാണ്. ഒരു ചെറിയ പൊന്നാനി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈരാറ്റുപേട്ട. കോട്ടയം ജില്ലയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. പൂഞ്ഞാർ മണ്ഡലമൊക്കെ അവിടെയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ ഇതുവരെ ഇല്ലാത്ത ഒരു പ്രളയമുണ്ടായി. കോടിക്കണക്കിന് വരുന്ന രാഷ്ട്രങ്ങളുണ്ടായി. പക്ഷേ ഭരണ സംവിധാനങ്ങൾ ഒന്നും ഇതുവരെയും കടന്നു ചെന്നിട്ടില്ല എന്ന് പല വാർത്തകളിലൂടെയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ ഒരു ക്യാമ്പ് പോലും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഏകദേശം 16,000 പേര് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. പക്ഷേ അവർ ഒരു ക്യാമ്പുകളിലും ഇതുവരെയും പങ്കെടുത്തിട്ടില്ല. കാരണം എന്തെന്നറിയോ? അവിടെയാണ് ഹൈലൈറ്റ്. സാധാരണ ഒരു പ്രളയം വരുമ്പോൾ തൊട്ടടുത്തുള്ള സ്കൂളുകളിലും അന്യനാട്ടിലുള്ള സ്കൂളുകളിലും മദ്രസകളിലും ഒക്കെയാണ് അഭയം പ്രാപിക്കുക. പക്ഷെ ഈരാറ്റുപേട്ടയിലുള്ള സഹോദരങ്ങൾ ചെയ്തതെന്തെന്നറിയോ? പ്രളയത്തിൽ മുങ്ങാത്ത വീടുകൾ, ഈ പ്രിയപ്പെട്ട സാധുക്കളായ പ്രളയത്തിൽ മുങ്ങിപ്പോയ വീടുകളിൽ നിന്ന് ഇറങ്ങോടിയവർക്ക് വേണ്ടിയിട്ട് വലിയ വലിയ ബംഗ്ലാവുകൾ, വലിയ വലിയ കൊട്ടാരം പോലെയുള്ള വീടുകൾ, അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഗേറ്റുകൾ, വാതിലുകൾ തുറന്നിട്ട് കൊടുത്തു. അതാണ് ഈരാറ്റുപേട്ടയുടെ ഹൈലൈറ്റ്. ഇതാണ് നന്മ. ഇത് പ്രവാചകൻ കാണിച്ചു തന്ന ചര്യയാണ്. ആ നന്മയാണ് നമുക്കുണ്ടാകേണ്ടത്. അവിടെ ജാതി മതം നോക്കിയില്ല. വെള്ളം കണ്ടപ്പോൾ ഇറങ്ങി ഓടിയവർ, കിട്ടുന്നതൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി ഓടിയവർ, മക്കളെയും പിടിച്ചുകൊണ്ട് താങ്ങി പിടിച്ചുകൊണ്ട് ഇറങ്ങി ഓടിയവർ എവിടെ പോകുമെന്ന് കണ്ടപ്പോ ആ പാതിരാത്രിയിലും പ്രിയപ്പെട്ടവരെ സ്വന്തം നാട്ടുകാരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി അവരുടെ ഗേറ്റുകൾ തുറന്നിട്ട് കൊടുത്തു, വാതിലത്ത് തുറന്നിട്ട് കൊടുത്തു, 2ാമത്തെ നിലയിൽ തുറന്നിട്ട് കൊടുത്തു. അവരുടെ പല റൂമുകളും ഈ സഹോദരങ്ങൾക്ക് വേണ്ടി തുറന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിച്ചു കൊള്ളുക. ഇന്നലെ വരെയും കഴിഞ്ഞ ആഴ്ച വരെയും അല്ലെങ്കിൽ പ്രളയത്തിന് മുമ്പ് വരെയും ഒരു വീട്